ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ എല്ലാവരും യൂട്യൂബ് കാണുന്ന ആൾക്കാരാണല്ലേ. പക്ഷെ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന സെറ്റിംഗ്സുകൾ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂട്യൂബ് കാണുക. കാരണം നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം നമ്മുടെ പല കാര്യങ്ങളും യൂട്യൂബ് വഴി ഗൂഗിള് ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് മറ്റ് പല തേർഡ് പാർട്ടിക്കാർക്കും അറിയാൻ അങ്ങനെയാണ് സാധിക്കും. നമ്മുടെ മൊത്തം ഡീറ്റെയിൽസ്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇമെയിൽ അഡ്രസ്, അങ്ങനത്തെ പല കാര്യങ്ങളും മറ്റുള്ള ആളുകളുടെ അടുത്ത് എത്തുന്നു. മാത്രമല്ല നമുക്ക് എന്തിനോടാണ് നമുക്ക് താല്പര്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുവഴി നമുക്ക് അനാവശ്യ പരസ്യങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. അതിനുശേഷം മാത്രം യൂട്യൂബ് കാണുക. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മാത്രമല്ല എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, മൊബൈലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് യൂട്യൂബിലായിരിക്കും അല്ലെ. യൂട്യൂബിലായിരിക്കും നമുക്ക് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബാണ് ഉപയോഗിക്കുക. പക്ഷെ യൂട്യൂബിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യൂട്യൂബ് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ യൂട്യൂബിലുള്ള പല കാര്യങ്ങളും നമ്മളിന്ന് ചോർന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഐക്കൺ കാണുന്നില്ല, യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ല, ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ ഒരു പ്രൊഫൈൽ ഐക്കൺ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ഇമെയിൽ ഐഡിന്റെ ഒക്കെ താഴെ ആയിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. ഗൂഗിൾ അക്കൗണ്ടിൽ കയറി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അല്ലെ. ആ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ രഹസ്യങ്ങളെല്ലാം ചോർന്നു പോകുന്നത് എവിടെയാണെന്നുള്ളതും എന്തെല്ലാമാണ് പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈ ആഡ് സെന്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. മൈ ആഡ് സെന്റർ അത് കണ്ടില്ല, ഇവിടെ താഴെ കണ്ടില്ല, അത് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. മൈ ആഡ് സെന്റർ ഓൺ കിടക്കുകയാണ്. അപ്പൊ ഇവിടെ കൺട്രോൾ ദി ഇൻഫോ യൂസർ ഫോർ ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ആണാണോ പെണ്ണാണോ, നമ്മുടെ ഏജ് എന്താണ്, നമ്മുടെ ഇമെയിൽ ഐ ഡി എന്താണ്, എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഈ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ യൂട്യൂബ് അറിയരുത്. അപ്പൊ അത് നമുക്കറിയാം, യൂട്യൂബ് ഒക്കെ ഗൂഗിളിന്റെ അക്കൗണ്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ യൂട്യൂബ് ഹിസ്റ്ററി, ഈ യൂട്യൂബ് ഹിസ്റ്ററി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്ന എല്ലാ വീഡിയോസും ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണോ അതിനനുസരിച്ചുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് വരുന്ന രീതിയിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. മാത്രമല്ല ഇവിടെ നമുക്ക് ഈ ആഡ് സെന്ററിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ആഡ് സെന്റർ നമുക്ക് ഓൺ ആണ് കിടക്കുന്നത്. അപ്പൊ ആഡ് സെന്ററും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപടി പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് പോകുന്നത്, ഇവിടെ കണ്ടില്ലേ താഴെ ടേൺ ഓഫ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ടേൺ ഓഫ് കൊടുക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എന്തെല്ലാം ഡീറ്റെയിൽസ് പോകുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ ഫോൺ നമ്പർ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി പോകുന്നുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നാൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഏതെല്ലാം വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അതിന് കണക്കായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അവര് അയച്ചു തരുന്നുണ്ട്. അതും കൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ അടുത്തൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി അതിൽ നിങ്ങളുടെ പേരടക്കം, നിങ്ങളുടെ പേര്, നിങ്ങൾ ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ഇവിടെ കണ്ട് ഈ പേഴ്സണൽ ഇൻഫോ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ തന്നെ അതിശയപ്പെട്ടു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ യൂട്യൂബ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് തേർഡ് പാർട്ടിക്ക് അയച്ചു കൊടുക്കുന്നത്. അതുവഴി പരസ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ, കാര്യങ്ങൾ മൊത്തം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് എന്തെല്ലാം സംസാരിക്കുക, ഈ കാര്യങ്ങൾ മുഴുവൻ അവര് കോപ്പി ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്നും ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പോയിട്ട് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്.